മാഞ്ചസ്റ്ററിൽ നിന്നും മുംബൈയിലേക്ക് നേരിട്ടെത്തുന്ന ഇൻഡിഗോ വിമാനം കണക്ഷൻ വിമാനത്തിന്റെ കാത്തിരിപ്പ് സമയം മൂലം കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കുമുള്ള UK മലയാളികൾക്ക് പ്രയോജനപ്പെട്ടേക്കില്ല എന്ന തുടക്കത്തിലെ ആശങ്കകൾ അസ്ഥാനത്താക്കി പുതിയ വിമാനത്തിന് ആരാധകരേറുന്നതായി റിപ്പോർട്ട്. മാഞ്ചസ്റ്ററിലെയും വടക്കൻ പട്ടണങ്ങളിലെയും മലയാളികൾക്ക് വേഗത്തിൽ നാട്ടിലെത്താൻ ഒരു വിമാനമായി എന്നത് മാത്രമല്ല, സ്കൂൾ അവധിക്കാലമായ വേനൽക്കാലത്തും കഴുത്തറപ്പൻ നിരക്ക് ഈടാക്കാതെ യാത്ര ചെയ്യാനാകുന്നു എന്നതും ഇൻഡിഗോയെ എളുപ്പത്തിൽ ജനപ്രിയ വിമാനമാക്കി മാറ്റുകയാണ്. തുടക്കത്തിൽ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ടിക്കറ്റ് ഏജൻസികൾ മടിച്ചെങ്കിലും ഇപ്പോൾ ഒട്ടുമിക്ക മലയാളി ഏജൻസികളിലും ഇൻഡിഗോ ടിക്കറ്റുകൾ ലഭ്യമാണ്. ടിക്കറ്റ് ക്യാൻസലേഷൻ പോലെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഓഫീസ് സേവനം ലഭിക്കാനുള്ള പ്രയാസം മൂലമാണ് തുടക്കത്തിൽ ഏജൻസികളിൽ നല്ല പങ്കും മുഖം തിരിച്ചതെങ്കിലും ഇപ്പോൾ ഇൻഡിഗോ തങ്ങളുടെ ഓഫീസ് സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയതോടെ കൂടുതൽ യാത്രക്കാർ ഈ വിമാനത്തെ ആശ്രയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇൻഡിഗോ എത്തിയിട്ട് ഒരു മാസം പിന്നിടുന്ന വേളയിലും വിമാനത്തെക്കുറിച്ച് കാര്യമായ നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും എയർ ഇന്ത്യ പോലെ തുടർച്ചയായി വിമാനം വൈകുന്നതോ ക്യാൻസലേഷനോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. നിശ്ചിത എണ്ണം വിമാനങ്ങളുമായി സർവീസ് നടത്തുമ്പോഴാണ് ഇൻഡിഗോ പോലെ ഒരു കമ്പനി പരാതികൾ ഉയരാതെ സേവനം മെച്ചപ്പെടുത്തുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധ നേടുകയാണ്. ആഴ്ചയിൽ 3 ദിവസത്തെ സർവീസിനായി മാഞ്ചസ്റ്റർ റൂട്ടിലേക്ക് പറന്നെത്തിയ ഇൻഡിഗോ അടുത്ത മാസം മുതൽ സർവീസുകളുടെ എണ്ണം 4 ആക്കുകയാണ്. വാടകയ്ക്കെടുക്കുന്ന പുതിയ വിമാനങ്ങൾ കൂടി കിട്ടുന്നതോടെ ലണ്ടനിലേക്കും ഇൻഡിഗോ വൈകാതെ എത്തും എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും UK-യിൽ നിന്നും ഇന്ത്യയിലേക്ക് സർവീസുള്ള കമ്പനിയായി ഉയരുകയാണ് ഇൻഡിഗോയുടെ ലക്ഷ്യം. ആഴ്ചയിൽ എല്ലാ ദിവസവും പറക്കാൻ പദ്ധതി. കൂട്ടിന് വമ്പന്മാർ. സെപ്റ്റംബർ 20 മുതൽ ആഴ്ചയിൽ 6 സർവീസുകൾ മാഞ്ചസ്റ്ററിലേക്കും ആംസ്റ്റർഡാമിലേക്കുമായി ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള ബുക്കിംഗുകൾ ഇപ്പോൾ ഇൻഡിഗോ ആരംഭിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 13 മുതൽ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് എന്ന ലക്ഷ്യവും ഇൻഡിഗോ സാക്ഷാത്കരിക്കും എന്നാണ് കമ്പനി ഇപ്പോൾ പറയുന്നത്. സെപ്റ്റംബർ 22 മുതൽ ആഴ്ചയിൽ 4 ദിവസം മാഞ്ചസ്റ്ററിൽ നിന്ന് മുംബൈയിലേക്ക് വിമാനമുണ്ടാകും. സെപ്റ്റംബർ പാതിയോടെ പുതിയ ഡ്രീം ലൈനർ വിമാനം ഇൻഡിഗോയ്ക്ക് ലഭിക്കും എന്ന ഉറപ്പ് വന്നതോടെയാണ് പുതിയ സർവീസിലേക്കും കൂടിയുള്ള ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഡെൽറ്റ എയർ ഫ്രാൻസ്, അതുപോലെ തന്നെ വിർജിൻ അറ്റ്ലാന്റിക് എന്നീ വമ്പന്മാരുമായി കോഡ് ഷെയറിംഗ് കൂടി ആരംഭിച്ചതോടെ UK, യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും കൂടുതൽ യാത്രക്കാരെ കണ്ടെത്താനാകും എന്നതും ഇൻഡിഗോയുടെ പ്രതീക്ഷകൾക്ക് കരുത്തു നൽകുന്ന ഘടകമാണ്. എയർ ഫ്രാൻസുമായുള്ള ധാരണ കൊണ്ട് മാത്രം അധികമായി യൂറോപ്പിലെ 30 കേന്ദ്രങ്ങളിലേക്ക് കൂടി ഇൻഡിഗോയ്ക്ക് തങ്ങളുടെ യാത്രക്കാരെ എത്തിക്കാൻ സാധിക്കും. ഈ മാസം 11 മുതൽ ഈ സേവനം ലഭ്യമായി തുടങ്ങുകയാണ് എന്നതും നേട്ടമായി മാറും. ഈ വേനൽക്കാലത്തും മറ്റ് വിമാന കമ്പനികൾ കഴുത്തറപ്പൻ നിരക്ക് ഈടാക്കുമ്പോൾ ഇൻഡിഗോ യാത്രയ്ക്ക് 700 പൗണ്ടിൽ താഴെ കൊച്ചിയിലേക്ക് പോലും ടിക്കറ്റ് ലഭിക്കുന്നു എന്നത് ബ്രിട്ടനിൽ ദൂരെ ദിക്കിൽ നിന്നുള്ള യാത്രക്കാരെ പോലും മാഞ്ചസ്റ്ററിലേക്ക് ആകർഷിച്ചേക്കും. മാത്രമല്ല, ആകസ്മികമായി ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നാൽ താരതമ്യേന കുറഞ്ഞ തുകയാണ് ഇൻഡിഗോ ഈടാക്കുന്നത് എന്നതും വലിയ ആശ്വാസമാണ് യാത്രക്കാർക്ക് നൽകുന്നത്. കസ്റ്റമർ ഫ്രണ്ട്ലി എയർലൈൻ എന്ന ഇമേജ് സൃഷ്ടിച്ച് മുന്നോട്ടു പോകാനുള്ള ഇൻഡിഗോയുടെ പ്ലാൻ യാത്രക്കാരെ ആരാധകരാക്കി മാറ്റും എന്നുറപ്പാണ്. പ്രത്യേകിച്ചും സ്വകാര്യവൽക്കരണം നടന്നിട്ടും എയർ ഇന്ത്യ ജീവനക്കാർ പരുഷമായി പെരുമാറുന്നത് തുടരുകയാണ് എന്ന പരാതികൾ നിലനിൽക്കെ ഇൻഡിഗോയ്ക്ക് യാത്രക്കാരെ കൂടുതലായി കണ്ടെത്തുക എന്നതിന് വലിയ അധ്വാനം പോലും വേണ്ടിവരില്ല. ഒക്ടോബർ മുതൽ കരുത്തുകാട്ടാൻ ഇൻഡിഗോ തയ്യാറാകും. കമ്പനിയുടെ കണ്ണ് എയർബസിൽ. തുടക്കത്തിലെ പരാധീനതകൾ മാറ്റിവെച്ച് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായി കൂടുതൽ വിമാനങ്ങൾ UK-യിലേക്കും യൂറോപ്യൻ നഗരങ്ങളിലേക്കും എത്തിക്കാനാണ് ഇൻഡിഗോയുടെ പ്ലാൻ. ദീർഘദൂര സർവീസുകളായി മാഞ്ചസ്റ്ററിലേക്കും ആംസ്റ്റർഡാമിലേക്കും ആശങ്കകളോടെ പറന്നെത്തിയ ഇൻഡിഗോ ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ കൂടുതൽ സർവീസുകൾ കൈകാര്യം ചെയ്യാൻ കരുത്തു നേടുകയാണ് എന്ന് തെളിയിക്കുകയാണ് അവരുടെ ഭാവി പദ്ധതികൾ.